ചേട്ടോ, ഇവിടെ അടുത്താണോ ഒരു സ്റ്റാൻലി ജോസഫ് എന്നാണ് എന്റെ വീട്? സ്റ്റാൻലി ജോസഫോ? അതെ. അത് മിലിറ്ററി സാധനം കിട്ടണമെങ്കിലേ തിങ്കൾക്കരിക്കും പോണം. അവിടെ ഒരാളുണ്ട്. ഇവിടെ നാടൻ കിട്ടുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഹേയ്, ഞങ്ങൾ അന്വേഷിക്കുന്നതേ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനെ. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്. ഓ, അതാണോ? ഒരു പട്ടി വളർത്തുകാരനല്ലേ? അയാള് കുറച്ച് പട്ടികളുമായി പട്ടാള ജീപ്പി രാവിലെ പോകുന്നതാണ്. പുള്ളിക്കാരന്റെ വീട് എവിടെയാ? എന്താ സാറേ കാര്യം? അത് ഒന്ന് കാണണം, പരിചയപ്പെടണം. പരിചയല്ലേ, പോകാതിരിക്കുന്നതാണ് നല്ലത്. 24 മണിക്കൂറും തന്നെയാ, മനുഷ്യരോടൊന്നും മിണ്ടത്തില്ല. അയാൾ ഭക്ഷണം കഴിച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്? മനുഷ്യരോട്ട് ഇടപെടാതെ പിന്നെ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്? മൂപ്പർക്ക് ആഹാരമൊന്നും വേണ്ട സാറേ. രാവിലെ എഴുന്നേറ്റ് ഒരു കുപ്പി പൊട്ടിക്കും, 2 പെഗൊഴിച്ച് മുഖം കഴുകും, പിന്നെ അങ്ങോട്ട് അടി തുടങ്ങിയ പാതിരാത്രി 12 മണി കഴിഞ്ഞാലേ നിർത്തത്തുള്ളൂ. അയാൾക്ക് ഭാര്യയും മക്കളൊന്നുമില്ലേ? ഉണ്ടായിരുന്നോ സാറേ? ഭാര്യ ഒരെണ്ണം, മക്കള് 3-4 എണ്ണം. എല്ലാരും ഇട്ടിട്ട് പോയി. സാറേ, പട്ടികളോട് പെരുമാറുന്ന പോലെ മനുഷ്യരോട് പെരുമാറിയാ ആരെങ്കിലും കൂടെ താമസിക്കുവോ? പേടിയാ സാറേ. എന്തിനാ പേടിക്കുന്നത്? മനുഷ്യരില്ലേ അയാളും നമ്മളെ പോലെ? നമ്മളെ പോലെയോ? സാറേ, അയാളുടെ കയ്യിൽ ഇരട്ടക്കുഴൽ തോക്കുണ്ട്, കൈത്തോക്കുണ്ട്, റിവോൾവറും ഉണ്ട്. പട്ടാളത്തിലായിരുന്നപ്പോ കുറെ പേരെ കൊന്നിട്ടുമുണ്ട്. അത് ശത്രുക്കളല്ലേ സാറേ? അയാൾക്ക് എല്ലാരും ശത്രുക്കളാ. ഒരു പിരിവുകാര് പോലും ആ വീട്ടിലോട്ട് ചെല്ലത്തില്ല, പേടിയാ. അയാൾ തോക്കെടുത്ത് തലയ്ക്ക് നേരെ ചൂണ്ടും. അയാള് ഒറ്റയ്ക്കാണോ താമസം? 2-3 പണിക്കാരുണ്ട്. ജീവൻ പണയം വെച്ച് അവരവിടെ കഴിയുന്നത്. സാർ, ചായ എടുക്കട്ടെ സാറേ? ആ, എടുത്തോ. സ്ട്രോങ് ആയിട്ട്, മധുരം കുറച്ച്. ആ, എങ്ങനെ ബാലട്ട, അങ്ങോട്ട് പോണോ? നമ്മളയാളുടെ ശത്രുവൊന്നുമല്ലോ. അല്ല, പോയിട്ട് വെറുതെ എന്തിനാ? വെറുതെ അല്ലല്ലോ. കാണാൻ അയാൾ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ തിരിച്ചു പോരണം. സാറേ ചായ. ആ, സത്യത്തിൽ നിങ്ങൾ എന്തിനാ പോകുന്നത്? ആ, അത് എനിക്കും കുറച്ച് പട്ടികളുണ്ടേ. ആഹാ, അയാൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അയാളുടെ കയ്യിൽ നല്ല ഇനം ഉണ്ടെങ്കിൽ എനിക്ക് വാങ്ങാം. അയാള് കൊടുക്കത്തില്ല, ചിലപ്പോ വാങ്ങിയേക്കും. ആ, അങ്ങോട്ടുള്ള വഴിയൊന്ന് പറഞ്ഞുതരാം. ഇവിടുന്ന് നേരെ പോയിട്ട് വലത്തോട്ടൊരു പോക്കറ്റ് റോഡുണ്ട്. ആ, ആ പോക്കറ്റ് റോഡിൽ ചെല്ലുമ്പോ ഇഷ്ടിക പാകിയ ഒരു വഴി കാണാം. ആ വഴി നേരെ ആ വീട്ടിലേക്കുള്ളതാ.